1200 അവിടെ 250 1000 2000 രൂപ 2000 തരാൻ പറഞ്ഞിട്ട് 1700 തരാൻ പറഞ്ഞിട്ട് 1000. കേരളത്തിലെ ഒരു ഫിഷ് ഹബ്ബാണ് തോട്ടപ്പള്ളി ഹാർബർ. ഇപ്പോൾ ചാകരയുടെ കാലമാണ്. ഏകദേശം ഇന്നിച്ചിരി ലേറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. ചാകരയുടെ കാഴ്ചകളൊക്കെ നോക്കാം. ഏലം വിളിയൊക്കെ നടക്കുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം കാര്യങ്ങൾ. 15 16 തരാൻ പറഞ്ഞിട്ട് വെറും 16 തരാൻ പറഞ്ഞിട്ട് വെറും 16 തരാൻ പറഞ്ഞിട്ട് വരാൻ 17 വരാൻ 17 1700 തരാൻ പറഞ്ഞിട്ട് 1700 തരാൻ പറഞ്ഞിട്ട് 1700 തരാൻ പറഞ്ഞിട്ട് കാരണം 1700 ഇന്ന് ഭയങ്കര തിരക്കുണ്ട്. മീൻ കുറവാണെന്ന് തോന്നുന്നു. അപ്പം രാവിലെ വള്ളങ്ങളൊക്കെ വന്ന് പോയി. അപ്പൊ അതിന്റെ തിരക്കുകളൊക്കെ ഉണ്ട്. 13 വള്ളങ്ങളൊക്കെ കുറെയൊക്കെ വന്നു. കുറെ ഇപ്പൊ ഒരു വള്ളം ബോട്ട് വരുന്നുണ്ട്. എന്തൊക്കെയാണ് എന്നുള്ളത് ഓരോ ബോട്ട് വരുമ്പോഴേ അറിയത്തുള്ളൂ. ലോക്കൽ ആൾക്കാരൊക്കെ കുറെ ഉണ്ട് ഇന്ന്. അതുകൊണ്ട് ലേലം ഇന്ന് ഇച്ചിരി ചൂടാണ്. ഇവിടെ ലോട്ടറി കച്ചവടം നല്ല രീതിയിലൊക്കെ പുരോഗമിക്കുന്നുണ്ട്. ചാകര വന്നുകൊണ്ടാണ് ഒത്തിരി ലോട്ടറിക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അയില വന്നു തുടങ്ങിയിട്ടുണ്ട്. കൊഞ്ചു ഉണ്ട്. ഇന്ന് അവിടെ കൊഞ്ചു കൊണ്ടുവന്നുണ്ടോ. മീനിന്ന് തിരക്കാണ്. ഇന്ന് ഡിമാൻഡ് ഉള്ള ദിവസമാണ്. അപ്പൊ ലേലം അത്യാവശ്യം നല്ല റേറ്റിലൊക്കെ കിട്ടും. 190 കൂടി ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? 190 തരാൻ 11 തരാൻ 11 രൂപ 11 രൂപ തരാൻ 11 തരാൻ 11 തരാൻ 11 ൊക്കെ കൊഞ്ചിന്റെയാണ്. താഴെ വെക്കുന്നതിന് മുമ്പ് തന്നെ ലേലം വിളി തുടങ്ങി. ഇന്ന് ഇച്ചിരി തിരക്കും ഡിമാൻഡും ഒക്കെ ഉണ്ട്. 15 16 17 17 17 17 17 കണക്കൊരു വന്നിട്ട് 9 1000 ഭാഷകളൊക്കെ കേൾക്കണ ഇവിടെ വന്നാൽ മതി. എന്റെ പ്രായമുള്ള ഒരു അമ്മയാണ്. ഭയങ്കര സംസാരം. തെറിയൊക്കെ പറയുന്നത്. 850 പ്രഭ വേണമെങ്കിൽ വന്ന് പറ. 850 850 850 വരെ 1000 തരാൻ 1050 1050 11 രൂപ 800 900 1250 ഇരിക്കുന്ന സ്ത്രീകള് ഇവിടെ ഇരിക്കുന്നവരെല്ലാം മീൻ കാത്തിരിക്കുന്നവരാണ്. മീൻ ലേലം കൊണ്ട് പിടിച്ചിട്ട് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോവുകയാണ് കച്ചവടം ചെയ്യുന്നത്. അതിനുവേണ്ടി കാത്തിരിക്കുന്നവരാണ് ഇവരെല്ലാം. വള്ളം ബോട്ടും ഒക്കെ വരുന്നത് പ്രതീക്ഷിക്കാനിരിക്കുകയാണ്. വലിയൊരു പ്രതീക്ഷയുടെ സമയങ്ങളാണ് ഇവരെ സംബന്ധിച്ചിട്ട് ഓരോ ദിവസവും. ഇവിടുത്തെ ലേലത്തിൽ നമ്മൾ സ്ഥിരം കാണുന്ന മുഖമാണല്ലേ. പ്രകാശേട്ടന് ഒരു കംപ്ലൈന്റ് പറയാനുണ്ട്. എന്താ ചേട്ടാ പറഞ്ഞേട്ടെ. എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ഒരു ഫണ്ടാണ് സർക്കാരിന് അടച്ചു കൊടുത്തിട്ട് ഞങ്ങൾ അത് 3 ഗഡുക്കളായിട്ട് തിരിച്ചു. അതിൽ 1 ഗഡുവിന്റെ പൈസ മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കി 2 ഗഡുവിന്റെ പൈസ കിട്ടാണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ കാണുന്നുണ്ടല്ലോ 10 പൈസയുടെ പണിയിലെ ഞങ്ങൾ നിൽക്കുക. 1 ലിറ്റർ എണ്ണക്ക് 100 രൂപയുടെ മേലെ വരികയാണ്. ഈ വള്ളം ഓടണമെങ്കിൽ തന്നെ ഒരു മിനിമം എങ്ങനെ പോലും 10 15 20 ഞങ്ങളുടെ പൈസ ഞങ്ങളുടെ ഈ പഞ്ഞക്കാശെന്നും പറഞ്ഞാണ് ഞങ്ങൾക്കത്. ആദ്യം ഞങ്ങൾക്ക് ഇത്രയും നാളായിട്ട് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങളുടെ എണ്ണയുടെ വില കൂടി പോയി. ഞങ്ങളുടെ സാധനങ്ങൾക്കൊക്കെ വില കൂടി. ഞങ്ങളെ തിരക്കാൻ ഈ ഒരു സർക്കാർ ഇന്നുവരെക്കും അതിന് തന്നിട്ടില്ല. അത് നടക്കുന്നത് ഞങ്ങൾക്ക് അതിന് ഞങ്ങളുടെ ആ കാശ് ഞങ്ങൾക്ക് തന്നേ പറ്റും. ഞങ്ങൾ ആകെ കഷ്ടത്തിലാണ്. ഞങ്ങളെല്ലാവരും ആകെ കഷ്ടത്തിലാണ്. അത് ഞങ്ങൾക്ക് കിട്ടിയേ പറ്റും. ഞങ്ങൾക്ക് എത്ര ഓണമാണ് വരുന്നത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു തുണി എടുക്കണം, ഒരു ഉടുപ്പെടുക്കണമെങ്കിൽ തന്നെ ഇപ്പൊ ഞങ്ങൾ ആരുടെയും ചോദിക്കും. ഞങ്ങൾ കൊടുത്ത കാശ് പോലും കിട്ടാനുള്ള അവസ്ഥയാണ്. ഞങ്ങൾക്ക് അത് കിട്ടണം ഉടനെ തന്നെ. നമ്മളോട് ഇതുവരെ സംസാരിച്ച പ്രകാശൻ ചേട്ടൻ ഇവിടുത്തെ ഒരു ലേലത്തിലൊക്കെ ഇത് ചെയ്യുന്ന ആളാണ്.
അതുകൊണ്ട് ഇവർ ഈ നിൽക്കുന്ന ചേട്ടന്മാരിലൊക്കെ തന്നെ ഇവർക്കൊക്കെ ഉള്ള പ്രശ്നം സർക്കാരിൽ നിന്നുള്ള ക്ഷേമനിധിയുടെ പൈസ അവർക്ക് ഈ ഓണമൊക്കെ വരികയാണ്. അപ്പം ക്ഷേമനിധിയുടെ പൈസ കറക്റ്റായിട്ട് കൂടത്തില്ല എന്നല്ല ഇവരുടെയൊക്കെ ഈ മീനൊക്കെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നില്ല. ഇവരുടെയൊക്കെ ജീവിതം ഈ ബോട്ട് പോയിട്ട് വരുമ്പോൾ ഒരു ബോട്ട് പോയിട്ട് വരുമ്പോൾ 10,000-15,000 രൂപയാണ് ചെലവ് വരുന്നത്. ഈ ചെലവിൽ നിന്നൊക്കെ ഇവരുടെ ഒരു ജീവിതമാർഗത്തിന് സർക്കാരിന്റെ ഒരു കനിവ് തീർച്ചയായും ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.